കുറേ പേരുടെ വീഡിയോ കണ്ടിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊറിയൻ ചീസ് ബണ്ണാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഞാൻ 6 ബണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാട്ടോ കാണിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നല്ല വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ക്രീമി സ്ട്രക്ചറിലാക്കി എടുക്കുക. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി. ഇതാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ബണ്ണ് ഇതുപോലെ ഒരു 6 ഇതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടി വരെ കട്ട് ചെയ്യരുത്, ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും, ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ പാലും, 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും, 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും, 2 നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുള്ള ഒരു ഫില്ലിങ് ബണ്ണിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ആ ഒരു ബണ്ണ് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ടൊരു ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓവളിലോ അല്ലെങ്കിൽ പാനിലോ ഇറക്കി വെച്ചിട്ടോ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ പ്രീ ഹീറ്റാക്കി എടുത്ത ഓവളിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ആട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മുൾഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടാവും. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.